ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഈ പൂക്കളത്തിനെ കുറിച്ചാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട മുഴുവിലങ്ങാട് എന്ന സ്ഥലത്ത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സാധാരണ പോലെ എല്ലാ വർഷത്തെയും പോലെ തിരുവോണ നാളിൽ ഒരു പൂക്കളം അവിടുത്തെ ഭാരവാഹികൾ ഒരുക്കുന്നു. അവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുക്കുന്നു. അതിനുള്ളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെക്കുന്നു. ഇത് കണ്ട ക്ഷേത്ര ഉപദേശക സമിതി ഇവിടെ രാഷ്ട്രീയം പാടില്ല, ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഇത് മായ്ക്കണമെന്ന് പറയുകയും തുടർന്ന് തർക്കങ്ങൾ ഉണ്ടാവുകയും ക്ഷേത്ര ഉപദേശക സമിതി പോലീസിന്റെ സഹായം തേടുകയും ചെയ്യുന്നു. പോലീസ് എത്തിയും ക്ഷേത്ര ഉപദേശക സമിതിയുടെ നിലപാട് തന്നെ എടുക്കുന്നു. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ട് ഇത് മായ്ക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പഗൽഹാമിൽ ഇന്ത്യക്കേറ്റ മുറിവിന്, ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മാഞ്ഞു പോയതിന് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടിയായിരുന്നു. എന്തായാലും നമ്മളൊക്കെ എത്ര അത് മാറ്റി പറയാൻ ശ്രമിച്ചാലും പാകിസ്ഥാന് അത് എത്രത്തോളം പ്രഹരമായിട്ടുണ്ടെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് എത്രത്തോളം പ്രഹരമാണെന്ന് കൊടുത്തതെന്ന് അവിടുത്തെ മാധ്യമങ്ങൾ ആദ്യമൊക്കെ സമ്മതിച്ചില്ല എങ്കിലും പിന്നീട് സമ്മതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ എവിടെയെങ്കിലും ഒതുങ്ങിപ്പോവേണ്ട, സാധാരണഗതിയിൽ കേരളത്തിൽ ഈ ഓണക്കാലത്ത് ഒത്തിരി പൂക്കളങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഒതുങ്ങിപ്പോവേണ്ട ഈ പൂക്കളം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് വഴിതെളിച്ചു വിട്ടത്. നമ്മുടെ രാഷ്ട്രീയവും മതവും വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെ സംരക്ഷിക്കപ്പെടാൻ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമായിരിക്കണം എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത് എന്ന തിരിച്ചറിവിലേക്കാണ് നാം വരേണ്ടത്. തീർച്ചയായും ഇത് ഒരു പുനർചിന്തനത്തിന് വഴിവെക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. സാധാരണഗതിയിലെ ഒരു അത്തപ്പൂക്കളം അതിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതുമ്പോൾ അത് കേസെടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ മതേതര കേരളത്തിന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് സാധാരണ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയമായില്ലേ. ഈ പൂക്കളം യുവാക്കൾ മായ്ച്ചില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയ അവരുടെ ആ പ്രവർത്തനത്തിന് വമ്പൻ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇതിലൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് രാഷ്ട്രീയവും മതവും ഒക്കെ സംസാരിക്കാനും അല്ലെങ്കിൽ അതൊക്കെ സംരക്ഷിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് ഏറ്റവും വലുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്